കിച്ചു എന്ന് പറഞ്ഞാല് ആരുമില്ല. അതിന് ഈ ഭൂമിയില് സ്നേഹിക്കപ്പെടാന്, സ്നേഹം കൊടുക്കുവാനായിട്ട് ആരുമില്ല. അതിന് അച്ഛനില്ല, അമ്മയില്ല. ഇവര് രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളുണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞിന്റെ സങ്കടങ്ങൾ പോയി പറയാമായിരുന്നു അല്ലെ. സുധിയെയും കിച്ചുവിനെയും തമ്മിൽ അടുപ്പിക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മളുടെ കണ്ടന്റ് രേണുസുതിയാണ്. രേണുസുതിയെ ഇപ്പോൾ ജനങ്ങൾ വെറുക്കാനുണ്ടായ കാരണം എന്താണ്? കിച്ചുവും രേണുസുതിയും തമ്മിലുള്ള പ്രശ്നം എന്താണ്? ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്. ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കൂടി ചർച്ച ചെയ്യാൻ പോകുന്നത്. രേണുസുതിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ ജനങ്ങൾ എല്ലാവരും, പണ്ട് രേണുസുതിയെ വെറുത്തവർ പോലും അവരെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു ഇല്ലേ? ഒത്തിരി ഇഷ്ടമായിരുന്നു എല്ലാവർക്കും. എത്രയും പെട്ടെന്ന് ഇവരുടെ അസുഖം ഒക്കെ മാറി തിരിച്ചു വരണമെന്നൊക്കെ ഒത്തിരി പേര് പ്രാർത്ഥിച്ചു. പോസിറ്റീവായിട്ടുള്ള ഒത്തിരി കമന്റുകൾ അവരുടെ വീഡിയോയ്ക്ക് താഴെ ചെന്നിരുന്നു അല്ലെ. പക്ഷെ എപ്പോഴാണ് ജനങ്ങൾ രേണുസുതിയെ വീണ്ടും വെറുത്തു തുടങ്ങിയത്? കിച്ചുവിന്റെ ഒരു ടോപ്പിക്ക് ഫസ്റ്റ് കീമോ കഴിഞ്ഞിട്ട് വന്നപ്പോഴാണെന്ന് തോന്നുന്നു രേണുസുതി അപ്ലോഡ് ചെയ്യുണ്ടായി അല്ലെ. 11 വയസ്സ് മുതൽ ഞാൻ നോക്കി ഒരു മകനെന്നും പറഞ്ഞാണ് ആ വീഡിയോ തുടങ്ങുന്നത്. അതില് രേണുസുതി പറയുന്നുണ്ട്, ഈ വീഡിയോ വിവാദമാകുമെന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾ അത് വിവാദമാക്കരുത്. അപ്പൊ വിവാദമാകും, അല്ലെങ്കിൽ ഈ വീഡിയോ വിവാദമാകണം എന്ന് കരുതിക്കൂട്ടി രേണുസുതി ചെയ്ത ഒരു വീഡിയോ ആണത്. അതുപോലെ തന്നെ കിച്ചുവിനെ ഒത്തിരി കുറ്റം പറയുന്നുണ്ട് ആ വീഡിയോയ്ക്കകത്ത് അല്ലെ. ഒത്തിരി കുറ്റം പറയുന്നുണ്ട്. ഞാൻ ചത്താ പോലും കാണാൻ വരരുത്, റിതപ്പനുണ്ട് എനിക്ക് മകനായിട്ട്. അതിലെ ഏറ്റവും ആൾക്കാരെ വിഷമിപ്പിച്ച ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാല് രേണുസുതി പറയുന്നത്, എനിക്കും കിച്ചുവിനും മാത്രം അറിയാവുന്ന ഒരു രഹസ്യമുണ്ട്, അത് ഞാൻ പുറത്തു പറഞ്ഞാൽ നിന്റെ ലൈഫ് പോലും ഇല്ലാതെയാകുമെന്ന് ആ കുട്ടിയെ കുറിച്ച് പറഞ്ഞു അല്ലേ. അപ്പം ആൾക്കാർക്ക് അത് ഒത്തിരി വിഷമമായിപ്പോ. എന്ന് വെച്ചാൽ കിച്ചു എന്ന് പറഞ്ഞാല് ആരുമില്ല. അതിന് ഈ ഭൂമിയില് സ്നേഹിക്കപ്പെടാന്, സ്നേഹം കൊടുക്കുവാനായിട്ട് ആരുമില്ല. അതിന് അച്ഛനില്ല, അമ്മയില്ല. ഇവര് രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളുണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞിന്റെ സങ്കടങ്ങൾ പോയി പറയാമായിരുന്നു അല്ലെ. അങ്ങനെ അപ്പം രേണുസുതിയാണ് ഇപ്പം അമ്മ എന്ന് പറയുന്ന സ്ഥാനത്ത് ആ കുട്ടിക്കുള്ളത്. ആ കുട്ടി എന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റിൽ നിന്ന് ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം അമ്മയായ രേണുസുതിക്കുണ്ട്. അപ്പം രേണുസുതി അമ്മയായിട്ടിരിക്കെ ഈ കുട്ടി തെറ്റ് ചെയ്താല് അതിന്റെ ഉത്തരവാദിത്വം അവർക്കും കൂടി തന്നെ ഉള്ളതാണ്. ആ കുട്ടി തന്നെ അതിന്റെ ഒരു സ്റ്റോറിയിൽ, അതിന്റെ ജീവചരിത്രം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഞ്ചാവ് അടിച്ചതും കള്ളു കുടിച്ചതും അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ആ കുട്ടി, ഒത്തിരി പ്രശ്നങ്ങളിൽ ആ കുട്ടി പോയി ചാടിയിട്ടുള്ള കാര്യങ്ങള് ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? അതിനെ നോക്കാൻ ആരുമില്ല, അതിനൊരിറ്റ് സ്നേഹം കൊടുക്കാൻ ആരുമില്ല. അത് ഒരു റൂമിൽ ഒറ്റപ്പെട്ട് അതിനോട് മിണ്ടാനും പറയാനും ആരുമില്ല. അത് രാവിലെ തൊട്ട് ലാപ്ടോപ്പ് നോക്കിയിരിക്കുക, വീഡിയോ കണ്ടോണ്ടിരിക്കുക. നമുക്കറിയാമല്ലോ കുട്ടികൾ ആ വീഡിയോയിൽ എന്തൊക്കെയാ കാണുന്നതെന്ന് പറയാൻ പറ്റും. പിന്നെ അതിന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ കിട്ടുന്ന കൂട്ടുകാര്, അത് എങ്ങനത്തുള്ള കൂട്ടുകാരായിരുന്നു ആവോ. നല്ല ഫ്രണ്ട്സ്, നല്ല കൂട്ടുകാരെ നമ്മൾ തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നതിനും ഒരർത്ഥമുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് കിച്ചു ശരിക്കും പറഞ്ഞാല് വഴിപിഴച്ചു പോയത്. അത് അവൻ തന്നെ ഒരു വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം അമ്മ, ഞാൻ ആദ്യമായിട്ട് ജനങ്ങൾക്ക് തോന്നിയ ഒരു തോന്നലാണ്, റിതപ്പനായിരുന്നു ഈ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ രേണുസുതി ഇങ്ങനെ വന്ന് പറയുമായിരുന്നോ? ഇല്ല, ഒരിക്കലും പറയില്ല. നമ്മളുടെ സ്വന്തം മക്കൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ മൂടി വെക്കാൻ നോക്കും. നമ്മളുടെ മക്കളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും ചെയ്യരുത് എന്ന്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഈ എന്നാ കിച്ചുവിന്റെ പേരെന്താണ്, ഞാൻ മറന്നുപോയി. ഓർമ്മ വന്നു, രാഹുൽ ദാസ്. രാഹുൽ ദാസ് എന്നാണ് കിച്ചുവിന്റെ പേര്. പിന്നെ എന്താണ്, ആ കോട്ടയം ജില്ലയിലുള്ള ഏതൊക്കെയോ പോലീസ് സ്റ്റേഷനുകളുടെ പേര് പറയുന്നുണ്ടായിരുന്നു. മാടപ്പള്ളിയോ എന്തൊക്കെയാണ്, അവിടെ എങ്ങാണ്ടൊക്കെ ഏതൊക്കെയോ പോലീസ് സ്റ്റേഷനുകളുടെ പേര് പറഞ്ഞിട്ട് അവിടെയൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ കിച്ചുവിനെ കുറിച്ച് അറിയാൻ പറ്റും. അപ്പൊ കിച്ചുവിന്റെ പേര് രാഹുൽ ദാസ് എന്നാണ് വീണ്ടും എടുത്തു പറയുന്നത്. ഇനിയും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ആൾക്കാർ അന്വേഷിക്കുമ്പോൾ രാഹുൽ ദാസ് എന്നായിരിക്കും അവിടെയെല്ലാം മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് രാഹുൽ ദാസ് എന്തൊക്കെ കുറ്റങ്ങളാണ് ചെയ്തതെന്ന് അവിടെ ചെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഞാൻ പറയുന്നത് സത്യമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി രേണു ആ വീഡിയോയിൽ ഒത്തിരി കഷ്ടപ്പെട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഈ കിച്ചുവിന്റെ സ്ഥാനത്ത് റിതുൽ ദാസ് ആണ് ഇത് ചെയ്തിരുന്നെങ്കിൽ രേണുസുതി ഇങ്ങനെ പറയുമായിരുന്നു. പിന്നെ ഇവരൊരു ബോംബ് ഇങ്ങനെ കൊണ്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. എനിക്കും കിച്ചുവിനും മാത്രം അറിയാവുന്ന ഒരു രഹസ്യം, അതും കിച്ചുവിന്റെ ഭാവിയെ ബാധിക്കുന്ന രഹസ്യം.
അതെന്തുകൊണ്ട് ഇവർ പറയണില്ല? എന്തുകൊണ്ട് പറയണില്ല? അവരിങ്ങനെ ഒരു ബോംബ് പോലെ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം കേൾക്കണവര്, സാമാന്യ അരിയാഹാരം കഴിക്കുന്ന മൂളയുള്ള ആൾക്കാർ ചിന്തിക്കും, അതെന്താണ് രേണുസുതിക്കും കിച്ചുവിനും മാത്രം അറിയാവുന്ന ആ രഹസ്യം എന്താണ്? കിച്ചു കയറി രേണുസുതിയെ പിടിച്ചോ? പുറത്ത് പറയാൻ പറ്റാത്തത് അല്ലേ വല്ലോ അവിടെങ്ങാനും ഉള്ള വല്ലോരെ പെമ്പിള്ള പെണ്ണുങ്ങളെ കയറി പിടിക്കുവോ? എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യോ? വല്ലതും ചെയ്തോ? മീൻസ് പുറത്ത് പറയാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവൻ തന്നെ അവന്റെ വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ എനിക്കും നിനക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യം എന്ന് പറയുമ്പോൾ എന്താണ്? ജനങ്ങളിൽ അപ്പം തെറ്റിദ്ധാരണ ഉണ്ടാവും. കിച്ചുവിനെ ആൾക്കാർ പല രീതിയിൽ അപ്പം നോക്കും. അങ്ങനെ ഒക്കെ കിച്ചുവിനെ ഒരു കുറ്റക്കാരനായിട്ട് ചിത്രീകരിക്കുമ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ടും തിരിയും. ഒന്നാമത്തെ കാര്യം, ആ കുട്ടിക്ക് പേരൻസ് ഇല്ല, അപ്പനും ഇല്ല, അമ്മയും ഇല്ല. ഇപ്പൊ വളർത്തമ്മ എന്ന് പറയുന്ന രേണുവിന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനത്തെ സപ്പോർട്ട്. അതുപോലെ തന്നെ രേണു പലപ്പോഴായിട്ട് ഈ കുട്ടിക്ക് ക്യാഷ് കൊടുത്ത കാര്യങ്ങൾ രേണുവിന്റെ ഫ്രണ്ട്സുകൾക്കെല്ലാം അറിയാം. ഒരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു, 500 കൊടുത്തു, 2000 കൊടുത്തു, 3000 കൊടുത്തു, അവൻ ഇപ്പൊ ഫോൺ വിളിക്കുന്നത് കാശിനാ എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും, അവരുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ എല്ലാവരോടും പറഞ്ഞും എടുത്തുമൊക്കെയാണ് രേണു ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം കിച്ചുവിനെ എത്ര പെർസെന്റേജ് രേണു മകനായിട്ട് കണക്ക് കൂട്ടിയിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം. പിന്നെ അപ്പൊ ഇതൊക്കെ തന്നെ ഒന്ന് കൂട്ടി വായിച്ചാൽ അറിയാമല്ലോ നമുക്ക് കിച്ചു എന്തുകൊണ്ടാണ് ആ വീട്ടിൽ നിൽക്കാത്തത് എന്ന്. ഇത്രയും കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. പിന്നെ അതിനുശേഷം രമ്യക്ക് കിച്ചു ഫോൺ വിളിച്ചിരുന്നു. എന്തുവാണ് ഇതൊക്കെ? പക്ഷേ രേണുസുതി അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ ഇനി അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കിച്ചു രേണുവിന് അസുഖമാണെന്ന് അറിഞ്ഞതിന് ശേഷം ഫോൺ വിളിച്ചിരുന്നു. രമ്യയാണ് ഫോൺ എടുത്തത്. എന്നിട്ട് കാണാൻ പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിച്ചു വിടുകയായിരുന്നെന്നാണ് കിച്ചു പറഞ്ഞത്. അത് കിച്ചുവിന്റെ ഇപ്പൊ ഒരു നല്ലൊരു സുഹൃത്തുക്കൾ ആയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ട് കിച്ചുവിന്റെ കൂടെ. അമ്മയെ പോലെ തന്നെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയും ആ ഒരു കുടുംബത്തെ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞു, അപ്പം എന്തുകൊണ്ട് ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും രേണുസുതി പറഞ്ഞില്ല? രമ്യ ഈ കാര്യം രേണുസുതിയോട് പറഞ്ഞില്ലേ? അപ്പം രേണുസുതിയെയും കിച്ചുവിനെയും തമ്മിൽ അടുപ്പിക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? രേണുസുതിയുടെ വീട്ടുകാരുടെ ആവശ്യമാണോ? ഋതുൽദാസിനെ കിച്ചുവിൽ നിന്ന് അകറ്റുക, രേണുസുതിയെ കിച്ചുവിൽ നിന്ന് അകറ്റുക എന്നൊക്കെ ഉള്ളത് ഇനി അവരുടെ കുടുംബത്തിന്റെ ആവശ്യമാണോ എന്നറിയില്ല കേട്ടോ. എന്നെ പോലെ തന്നെ പ്രേക്ഷകരായിട്ടുള്ള പലരുടെയും സംശയങ്ങളാണ് ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നത്. പലരുടെയും സംശയങ്ങൾ. ഞാൻ ഈ പറഞ്ഞ തെറ്റുകളല്ലാതെ വേറെ എന്തെങ്കിലും, ഇപ്പം വല്ല കൊലപാതകമൊക്കെ ചെയ്തിരുന്നെങ്കിൽ കിച്ചു ഇപ്പം വെളിയിൽ കാണത്തില്ലായിരുന്നു, വല്ല ജയിലിനകത്ത് ഉണ്ട തിന്ന് കിടന്നേനെ. അപ്പം അത് ചെയ്തിട്ടില്ല. അപ്പൊ ഈ ചെയ്ത തെറ്റുകളിൽ എന്തെങ്കിലുമൊക്കെ ആവാം ആ കുട്ടി ഒരു പക്ഷെ ചെയ്തിരിക്കുന്നത്. അത് പൊറുക്കാൻ ഈ ജനസമൂഹം തയ്യാറാണ്. എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് നല്ലൊരു ഗുഡ് പേരന്റിങ് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ആ കുട്ടി ഇങ്ങനെ ആയിപ്പോയത്. അതിന്റെ അച്ഛനോ അമ്മയോ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഗതി വരില്ലായിരുന്നു. അതൊക്കെ തന്നെയാണ് ജനങ്ങൾ രേണുസുതിയെ വെറുക്കാൻ കാരണം. എന്ന് കരുതി രേണുസുതി മരിച്ചു പോകണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. രേണുസുതി അതായത് കിച്ചുവിന്റെയും ഋതുവിന്റെയും നല്ലൊരു അമ്മയായിട്ട് തിരിച്ചു വരണം. എന്താണ് നടന്നതെന്ന് രേണുസുതി അറിയണം. അതുപോലെ തന്നെ രമ്യക്ക് കിച്ചു ഫോൺ വിളിച്ച കാര്യങ്ങള് രമ്യ രേണുവിനോട് പറയണം. ഇത് പബ്ലിക്കിൽ വന്ന് രമ്യ പറയണം. അതെന്താണ് അതിന്റെ ക്ലിയർ ആയിട്ടുള്ള കാര്യമെന്ന് നിങ്ങൾ പറയണം. അത് അത്യാവശ്യമായ കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വന്നിരുന്ന് പറയുന്നുണ്ടല്ലേ. നിങ്ങളുടെ ജീവിതം തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയ ആണ്. അപ്പൊ ഇങ്ങനെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ പറയണം. എന്താണ് ഇതിൽ സംഭവിച്ചത്, കിച്ചു പറഞ്ഞതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ പറയണം. അതുപോലെ തന്നെ ഇപ്പം മെഡിസിന്റെ ഒരു ബില്ല്, അത് എന്തുകൊണ്ടാണ് ജനങ്ങൾ നിങ്ങളെ വിശ്വസിക്കാത്തതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ 2,00,000 സംതിങ് രൂപ ആ ഇഞ്ചക്ഷന് റേറ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് സത്യമാണ് കേട്ടോ. രേണുസുതി ഒന്നും പറഞ്ഞത് കള്ളമല്ല. അതൊക്കെ ഇപ്പം ഏതാ ദേവു മനു എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടെ പോയി അതിന്റെ സത്യാവസ്ഥയൊക്കെ തിരിച്ചറിഞ്ഞ് അവർ വന്നിട്ടുണ്ട്. അത് സത്യമായ കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഈ സത്യങ്ങൾ പറഞ്ഞിട്ട് എന്തുകൊണ്ട് ആൾക്കാർ വിശ്വസിക്കുന്നില്ല?
നിങ്ങൾ വാ തുറക്കുന്നത് കള്ളങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ കള്ളം പറയാനും ഭക്ഷണം കഴിക്കാനും വേണ്ടി മാത്രമാണ് വാ തുറക്കുന്നത്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ മനുഷ്യർ വിശ്വസിക്കാത്തത്. അല്ലാതെ ആർക്കും നിങ്ങളോട് പേഴ്സണലായിട്ട് യാതൊരു ദേഷ്യവും ഇല്ല. ആർക്കും ഒരു ദേഷ്യവും ഇല്ല നിങ്ങളോട്. നിങ്ങൾ ക്യാൻസർ എന്ന് പറയുന്ന രോഗമെല്ലാം മാറി നല്ലതുപോലെ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ നിങ്ങൾ തിരിച്ചു വരണം. നിങ്ങൾ തിരിച്ചു വന്നാൽ മാത്രമേ ആ കൊച്ചുകുട്ടിയാണ് ഋതു, എന്തോ 5-6 വയസ്സേ ആയിട്ടുള്ളൂ. ആ കുഞ്ഞിന് ഇനി അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ തിരിച്ചു വരണം. എത്ര നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന കേട്ടു, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാല് എൻ്റെ അച്ഛൻ, അമ്മ, രമ്യ, അതുപോലെ തന്നെ അളിയൻ, പുള്ളിക്കാരൻ എന്നാ വിളിക്കുന്നേ അത് മറന്നുപോയി, ഇവർക്ക് മാത്രമേ ഉള്ളൂ. രേണുസുതിയോട് ഒരു കാര്യം പറയാം. രേണുസുതി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവർക്ക് ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും. അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് കഴിഞ്ഞ് കുറച്ചു നാളും കൂടിയൊക്കെ ആ സ്നേഹം. ഇത് പോകെ ചിലപ്പം രേണുസുതിയുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കാണും. അത് കഴിയുമ്പോൾ രമ്യക്ക് വേറെ 2 മക്കൾ വേറെയും ഉണ്ട്. പിന്നെ ഈ മുന്നോട്ട് വരുമ്പോഴത്തേക്കിന് ഈ കിച്ചുവിന്റെ അവസ്ഥ തന്നെയായിരിക്കും നാളെ ഋതുവിനും വരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും വിളിച്ചു പറയരുത്. ഒരുപക്ഷെ നിങ്ങളുടെ ഇന്നത്തെ ആജന്മ ശത്രു എന്ന് നിങ്ങൾ കരുതുന്ന കിച്ചു ആയിരിക്കും ചിലപ്പം നാളെ ആ കുട്ടിക്കൊരു തുണയായിട്ട് വരുന്നത്. നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളുടെ ഇന്നത്തെ ജീവിതത്തിൽ നമ്മളുടെ ശത്രുക്കളായിരിക്കും നമുക്ക് ചിലപ്പം വയ്യാതെ വരുമ്പോൾ നമ്മളെ ഒന്ന് എടുത്തോണ്ട് പോകുന്നതും ആ സമയത്ത് നമ്മളെ സഹായിക്കുന്നത് ചിലപ്പോൾ നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെക്കാളും നമ്മുടെ അയൽവക്കത്ത് കിടക്കുന്ന നമ്മുടെ ശത്രുക്കളായിരിക്കും നമുക്ക് ചിലപ്പോൾ ഉപകാരപ്പെടുന്നത്. അതുകൊണ്ട് അതൊന്നും ഇപ്പോഴേ നമുക്ക് തീർച്ചപ്പെടുത്തി പറയാൻ പറ്റുന്ന കാര്യമല്ല രേണുസുതി. അതൊന്നും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ ആ ക്യാഷിന്റെ ബില്ലൊക്കെ കാണിച്ച് പിന്നെ എന്തോരം കഷ്ടപ്പെട്ടു. ആൾക്കാർ എന്തൊക്കെ പറഞ്ഞു, വിശ്വസിക്കത്തില്ല, തട്ടിപ്പാണ്, ക്യാൻസർകാർ വന്ന് പറയുന്നു, അവര് പറയുന്നു, ഇവര് പറയുന്നു, എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു. എന്തുകൊണ്ടാണ് ഇതെല്ലാം വരാനുള്ള കാര്യം? എന്താണ്? നിങ്ങൾ തന്നെയാണ് ഇതിനെല്ലാം കാരണം. അല്ലാതെ ഈ സോഷ്യൽ മീഡിയയും ഇതിൽ കാണുന്ന ജനങ്ങളോ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും ഒന്നുമല്ല. നിങ്ങളിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും എടുത്താണ് അവർ പ്രതികരിക്കുന്നത്. അല്ലാതെ അവർ പുതിയതായിട്ട് എങ്ങൊന്നും കണ്ടുപിടിച്ചോണ്ട് വന്നിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ഇതൊന്നും. അല്ല, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് ക്യാൻസർ ഒക്കെ മാറി നല്ല ഒരു രേണുസുതിയായിട്ട് തിരിച്ചു വരട്ടെ. അസുഖങ്ങളൊക്കെ മാറണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. സത്യങ്ങൾ രേണുസുതി തിരിച്ചറിയണം. കിച്ചു എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഒരു അമ്മയാണെങ്കിൽ പുറത്ത് ക്ഷമിച്ച് ആ മകനെ കൂടെ ചേർക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. ഫാദറിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് പറയാനുണ്ട്. അതൊക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ പറയാം.